ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ ഇന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ നേരത്തെ എണീക്കാറൊന്നുമില്ല. 6 മണി ആ ടൈമിലാണ് ഞാൻ എണീക്കാറ്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു 5:30. ചില സമയത്തൊക്കെ 5:30 ഉറക്കം പോയി എണീക്കണം. അല്ലാണ്ട് 5:30 ആയിട്ട് എഴുന്നേക്കൽ കുറവാട്ടാ. പല്ലേച്ചു പരിപാടികളൊക്കെ കഴിഞ്ഞു. 3 മക്കൾ എഴുന്നേറ്റു. അന്നമ്മയും അൻ്റെപ്പനും ആദൂട്ടനും എല്ലാവരും എഴുന്നേറ്റു. ഞങ്ങൾ ഒരുമിച്ച് ആണ് എഴുന്നേറ്റത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ 3 പേര് ഒരുമിച്ച് എഴുന്നേറ്റെ. അപ്പം ഇപ്രാവശ്യം അൻ്റെപ്പനെ പറഞ്ഞ അമ്മയെ വായോ എഴുന്നേക്ക് നമുക്ക് പോവാം. അങ്ങനെ എഴുന്നേറ്റ് ഇപ്പോൾ 8 മണി 8:30 ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഒന്ന് നിൽക്കണം കേട്ടോ. പക്ഷെ നാളെക്കേടാണ്. എന്നാലും അപ്പോഴാണ് എഴുന്നേറ്റത്. ഇനി ഞങ്ങൾക്ക് കാലത്തെ പരിപാടികളൊക്കെ തുടങ്ങണം. എന്തുണ്ടാക്കാം കാലത്ത്? ഒരു എത്തുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല. പുട്ടുപൊടി. എനിക്ക് പുട്ടുപൊടിയിൽ പുട്ടുണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പുട്ടുപൊടിയിലൊക്കെ ഒരുപാട് ഇങ്ങനെ കെമിക്കലൊക്കെ ഉണ്ടാവും, അപ്പം അരിപ്പൊടിയിൽ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ പുട്ടുപൊടിയിൽ ഉണ്ടാക്കണ പുട്ടാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പുട്ടുപൊടി ഇല്ല. പിന്നുള്ളത് അരിപ്പൊടി ഉണ്ടാക്കുന്ന നൂലപ്പുട്ട. അതിങ്ങനെ തിരിക്കണ്ടേ എന്ന് വിചാരിച്ച് ഇങ്ങനെ മട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ചില സമയത്ത് ഇങ്ങനെ ഡ്രസ്സ് തന്നെ ഉണ്ടാക്കും, ചില സമയത്ത് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നൂലപ്പും മറ്റേ ഒരു പൂരിക്ക് ഉണ്ടാക്കുന്ന അറിയില്ലേ, മറ്റേ ആദൂട്ടാ മിണ്ടാതിരിക്കടാ കാക്കേ കൂടെ അവിടെ. അപ്പം എൻ്റെ അമ്മ വന്ന അവിടെ ഉണ്ടോ. അപ്പോൾ മറ്റേ ഉരുളൻകിഴങ്ങ് കറി ഇല്ലേ, ഇങ്ങനെ ഒരു മഞ്ഞക്കറി, അതിൻ്റെ കറി ഇഷ്ടമാണ് ഈ നൂലപ്പത്തിൻ്റെ കൂടെ പിള്ളേർക്കൊക്കെ. അപ്പം അധികം എരിവും ഉണ്ടാവില്ല, സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പം നൂലപ്പും മറ്റേ ഉരുളൻകിഴങ്ങ് കറിയും നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. ആദൂട്ടിന് ഇഷ്ടമല്ലോ ഉരുളൻകിഴങ്ങ് കറി? എൻ്റെ പിന്നെ ഇഷ്ടമല്ലേ? പാല? അയ്യോ, എൻ്റെ ഒപ്പം പാലെടുത്തോണ്ട് പോവാ. പാലിന്ന് ചേട്ടന് ആദൂട്ടിനും കൂടിയിട്ട് പാലെടുക്കാൻ പോവാ. ചേട്ടൻ്റെ പാലല്ല, മറ്റേ കുപ്പിപ്പാൽ എടുത്തോണ്ടോ പോയിട്ട്. പാല് ഇനിയിപ്പോൾ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ വെയിൽ നോക്കുന്നോറും അത് പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ എനിക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാനുള്ള ഇവർക്ക് ഞാൻ വല്ല ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കും ഇടനേരം. ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിക്കും. ചേട്ടനാണെങ്കിൽ ഇല്ലാന്നേ, അല്ലെങ്കിൽ ചേട്ടൻ അതും കൂടി പോയാലേ പാലെടുക്കാൻ. അത് ഇവരുടെ ഡ്യൂട്ടിയാണ് പാലെടുക്കാൻ പോക്ക്. ചേട്ടൻ 2 ദിവസമായിട്ട് ഡൽഹിയിലാണ്. അവിടെ എന്തോ ഒരു പ്രസിഡൻറ്റിൻ്റെ എന്തോ ഒരു മീറ്റിങ്ങോ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചേട്ടൻ്റെ അവിടെ ഇസ്രോന്ന് വിട്ടേക്കണ്ടാണ്. അപ്പോൾ ഇന്ന് വരും ചേട്ടൻ. ഇന്ന് ഉച്ചക്ക് 6 ആകുമ്പോൾ ചേട്ടൻ ഇവിടെ എത്തും. അപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾ തന്നെ ഇരുന്നു, അമ്മയും മക്കളും. അല്ലാതിട്ടാ. പക്ഷെ അതൊട്ട് ഇങ്ങനെ അപ്പനെ കാണാണ്ടായോ, അപ്പ എവിടെ, അപ്പ വരുമോ, അങ്ങനെ അന്വേഷിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ. പക്ഷെ ആൻ്റപ്പന് വലിയ അന്വേഷണം ഉണ്ടായില്ല. പക്ഷെ അന്നമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ അപ്പ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ ഗുഡ് മോർണിംഗ് അന്നമ്മ, ഗുഡ് മോർണിംഗ് ആൻ്റപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്യും. പിന്നെ രാവിലെ ഇവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് അപ്പയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ അവൾക്ക് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമാണ് ആവാറ്. അപ്പോൾ അങ്ങനൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ നമുക്ക് ഈ സമയങ്ങളായാല് നമുക്ക് വേഗം എന്തുണ്ടാക്കണം? കറിയല്ല, നൂലപ്പം. അപ്പം നൂലപ്പം ഉണ്ടാക്കണ്ട. കാലത്തെ ഇട്ടിട്ടേ ഞാൻ മറ്റേ ചിയ സീഡും ഫ്ലാക്സ് സീഡും എള്ളൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കാറുണ്ടല്ലോ. ഞാൻ ചില ദിവസം തലേ ദിവസം കുതിർത്തി വയ്ക്കും. ഇന്നലെ ഞാനത് മറന്നുപോയി. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ വെള്ളം വയ്ക്കാൻ മറന്നുപോയി. എഴുന്നേറ്റ് തന്ന വശം ഞാൻ ആ വെള്ളം വയ്ക്കാറ്. ഇത് മറന്നുപോയി. ഞാൻ ഈ ഒരു കപ്പോളം വെള്ളം കുടിക്കും കേട്ടോ. ഒരു കപ്പ് നിറയെ ഏകദേശം വെള്ളം കുടിക്കും. പക്ഷെ കുറച്ച് വെള്ളം ആദ്യം വെന്ത് കഴിക്കണേക്കാളും മുന്നേ കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്നു മാത്രം. നമുക്ക് നൂലപ്പം കുഴയ്ക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ഞാൻ ഉപ്പും
പിന്നെ അതിൻ്റെ പുറമെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ നൂലപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചൂടുവെള്ളം കുറച്ച് ഈസിയായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുമിച്ച് കുറേ ഒഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ മാവ് പെട്ടെന്ന് ഇങ്ങനെ ലൂസായി പോവും, പിന്നെ ഒന്നിനും കൊള്ളില്ല. എനിക്ക് പറ്റാറുണ്ട്. ചില സമയത്താണ് എൻ്റെ നൂലപ്പം ശരിയാവുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ദൈവം കാത്തു, ശരിയായിണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് നൂലപ്പം കിട്ടി. കൈ കൊണ്ടിട്ടിട്ട് ഈ സമയത്ത് ആക്കാനും പറ്റില്ല. പതുക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. അന്നമ്മ ഒരു പാത്രം എടുത്തിട്ട് ഉരുളൻ കഴിഞ്ഞെടുത്ത് കൊണ്ടുവന്ന അന്നമ്മ ഉണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ജോലികളൊക്കെ അന്നമ്മ എനിക്ക് ഇങ്ങനെ സഹായിച്ചു തരൂട്ട. അവള് 6ാം ക്ലാസ്സിലായല്ലോ. ബാ രണ്ടെണ്ണം മതി, നമ്മള് തന്നെയല്ലോ. ആദൂട്ടിന്റെ പക 2 അവൻ അന്നമ്മോട് പറഞ്ഞ പണികൾ ഇപ്പൊ ആദൂട്ടിനോട് പറഞ്ഞില്ലെങ്കിലും ആദൂട്ടും ചെയ്തു തരും. അത് അവൻ അവിടുത്തെ കൊണ്ടുവന്ന് തരണം തന്നെ എടുക്കണം, അല്ലാതെ അല്ലേ ഇവിടെ അംഗം വെട്ട. അങ്ങനെ ദൈവത്തിൻ്റെ ഗുരുത്വം കൊണ്ട് ഇപ്രാവശ്യത്തെ ഇടിയപ്പത്തിൻ്റെ മാവ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വളരെ വിരളമായി കിട്ടാറുള്ളൂ. നൂലപ്പം ഇവിടെ വളരെ റയറായിട്ടായിട്ട് ഉണ്ടാക്കുള്ളൂ. കാരണം തിരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആ മടി കാരണം ഉണ്ടാക്കില്ലേ. പക്ഷേ നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ സ്കൂളിൽ പോണ സമയത്തൊക്കെ നമുക്കത് നൂലപ്പം തിരിക്കാനൊക്കെ ആയിട്ട് കുറേ സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ശനിയോ ഞായറോ ആണ് ഉണ്ടാക്കാറ്. ഞായറാഴ്ച ചിലപ്പോൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഞായറാഴ്ച പള്ളിയിൽ പോക്ക് തന്നെ വലിയൊരു യുദ്ധമായതുകൊണ്ട് ഞായറാഴ്ച മിക്കവാറും ഉണ്ടാക്കില്ല. ശനിയാഴ്ചയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാറുള്ളൂ. അതും ഉരുളൻകിഴങ്ങ് കറിയോ അല്ലെങ്കിൽ എഗ് റോസ്റ്റോ ഉണ്ടാക്കും. അതെല്ലാവർക്കും ഇഷ്ടം. ആൻ്റപ്പനാണെങ്കിൽ ഈ കറികളൊന്നുമല്ല ഇഷ്ടം. നാളികേരപ്പാലിൽ പഞ്ചസാര ഇട്ട് ഈ നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കണതാണ് ഇഷ്ടം. എൻ്റെ അവിടെ വീട്ടിലൊക്കെ അങ്ങനെ പാലാണ് ഉണ്ടാക്കുക. അപ്പോൾ നല്ല രസമാട്ടോ. പക്ഷെ അത് ഉച്ചയാകുമ്പോഴേക്കും നാശമാവും. ശരിക്കും കറക്റ്റ് അളവിനെ ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞതിരുന്ന് നാശവും. അത് കാരണം ഞാനിപ്പോൾ അങ്ങനെ പാലുണ്ടാക്കൽ നിർത്തി. വെറുതെ നാളികേരം പോവും, കുറേ പാല് നാശവും, പഞ്ചസാരയൊക്കെ ഒരുപാട് വേണം. അങ്ങനെ നൂലപ്പം തിരിക്കൽ യജ്ഞമൊക്കെ കഴിഞ്ഞു. ഇനി അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മാവിൻ്റെ പാത്രങ്ങളൊക്കെ ഉണങ്ങണേക്കാളും മുന്നേ നമുക്കൊന്ന് കഴുകാനായിട്ട് കൊണ്ടുപോകണം. നമുക്ക് ഈ ഉരുളൻകിഴങ്ങിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് 2 ഉരുളൻകിഴങ്ങ്, ഒരു 1-1.5 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഞാണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ കുഞ്ഞുമക്കളൊക്കെ ഉള്ള കാരണം ഒരു പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി. ഇതാണ് ഞാൻ സാധാരണ ചേർക്കാറ്. ജീരകമൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലൊരു ജീരകമൊക്കെ ചേർക്കും. നന്നാക്കി എടുക്കട്ടെ വേഗം. ഞാൻ അതേ സവാളയും ഉരുളൻകിഴങ്ങും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങൊക്കെ ഞാൻ ഈ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി കഴുകി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുപോകും. നമുക്കിതിൽ ഒരു വിസിലടിക്കണം. അയ്യോ വിസിലിട്ടിട്ടില്ല, വിസിലിടട്ടെ. ഇനി ഇവിടെ ഇരുന്നത് ഒരു വിസിലടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല വഴിച്ചാനായിട്ടുള്ളത്. അപ്പോൾ സ്റ്റവിൽ ഈ മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഒരു വിസിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തിയിട്ടു. ഇനി നമുക്ക് അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുട്ടാ. അല്ലെങ്കിൽ പൊട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും. എന്നിട്ട് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ മസാലയ്ക്ക്. എന്നിട്ട് പച്ചമുളക്, എൻ്റെ കയ്യിലത്തെ വേപ്പിലൊക്കെ ഉണങ്ങി കടിച്ചു. കാരണം ചേട്ടൻ ഒരുപാട് ഇല പൊട്ടിച്ചിങ്ങനെ വെക്കും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. അപ്പോഴേക്കും എന്നിട്ട് ഉണങ്ങി കടിച്ചോണം. അപ്പം അങ്ങനെ ഉണങ്ങി കടിച്ചൊരു കുറച്ച് വേപ്പിലേക്ക് ഇട്ടേക്കണം. അത് ഞാൻ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് സവാള ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ എല്ലാതും ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കും. സെപ്പറേറ്റ് ഒന്നുമില്ല. പെട്ടെന്ന് അല്ലേ നമുക്ക് കറി ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് സെപ്പറേറ്റ് ആക്കാനൊന്നും നിൽക്കാറില്ല. പിന്നെ അധികം വഴറ്റൊന്നും വേണ്ട കേട്ടോ. നല്ല റെഡ് കളർ ബ്രൗൺ കളറൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് കളർ മാറണ വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ കുത്തൊന്ന് മാറണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ
ആ ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് അങ്ങ് തട്ടുക. എന്നിട്ട് നമുക്ക് കടിക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങൾ വേണം, അല്ലാത്തതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അവിടെ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുറുതായിക്കോളും. ഇത് മതി. അപ്പോൾ നല്ല രസം. പിന്നെ ഓരോരുത്തരുടെ ചാറിന് ആവശ്യമായിട്ട് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് നിങ്ങളിത് തീരുമാനിച്ച് കറക്റ്റ് പാകമാകുമ്പോൾ നിർത്തിയാൽ മതി. അത്രയ്ക്കുള്ളൂ നമ്മുടെ ഉരുളൻകിഴങ്ങ് കറി. കറിയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം അവസാനം ഞാൻ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കും കേട്ടോ. ആ മല്ലിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഉരുളൻകിഴങ്ങ് മസാലയ്ക്ക്. ഇനി ഞാനും മക്കളൊക്കെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. പെർഫെക്റ്റ് നൂലപ്പം കിട്ടിയിട്ടുണ്ട്. എന്തോ ഭാഗ്യം, സാധാരണ കിട്ടാറില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അകന്നൊടിച്ച് വരണം, അതാണ് മെയിനായിട്ടുള്ളൊരു പണിയുള്ളൂ. അന്ന് നേരെ വൈകിയിരിക്കണ കാരണം നമുക്ക് ഉച്ചക്കലത്തെ പണികളൊക്കെ വേഗം തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നേരം കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നേരം പോകുന്നത് അറിയില്ല. കൂടുതലായിട്ട് ഇവരുടെ തല്ലുകൂട്ടം തീർക്കലാണ് മെയിൻ പണി. എൻ്റെ അടിച്ചു വാരൻ്റെ ഇടയ്ക്ക് 100 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവരുടെ തല്ലുകൂട്ടം തീർക്കാൻ. ആൻ്റപ്പനാണ് ആദൂട്ടൻ അങ്ങോട്ട് ചൊറിയും, ആദൂട്ടൻ കരയും. എന്നിട്ട് അവന് ചിലപ്പോൾ ചീത്ത പറയണം, അല്ലെങ്കിൽ അവൻ കേൾക്കുക ചീത്ത പറയണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇവരുടെ ഈ കേസ് വിസ്താരം ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് വേണം ഒരു തീരുമാനം കൽപ്പിക്കാൻ. അന്നമ്മ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിപ്പിച്ച് തരും. എന്നിട്ട് അതിന് അനുസരിച്ചുള്ള തീരുമാനം അപ്പം നമ്മൾ എടുക്കണം. ദേഷ്യം വരും. അയ്യോ, കുറേയൊക്കെ ഞാൻ വിചാരിക്കും അവർ തന്നെ തീർക്കട്ടെ എന്ന്. ഇവരാണെങ്കിൽ കുറുമ്പ് ചെയ്യുന്നേക്കാളും മുന്നേ വടിയൊക്കെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഞാൻ വടി നോക്കുമ്പോൾ കാണൂല. ആൻ്റപ്പനാണെങ്കിൽ അടിക്കാൻ കിട്ടൂല, അവൻ ഓടാണ്. പിന്നെ ഇവൻ്റെ പിന്നാലെ കോടാൻ നിന്ന് കഴിഞ്ഞാൽ അതിനാ സമയമുള്ള. പിന്നെ കുറേയൊക്കെ ഞാൻ ചീത്ത പറയും. റൂം അടിച്ച് വരുമ്പോഴേ ഈ റൂം അടിച്ച് വരാൻ എനിക്ക് സമയം എടുക്കാം കൂടുതൽ. കാരണം ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ മുടിയിരലും പരിപാടികളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈരുമ്പോൾ കുറച്ച് മുടികളൊക്കെ ഇങ്ങനെ പൊഴിയൂല. അപ്പം അങ്ങനെ ഒരുപാടല്ല, എന്നാലും കുറച്ച് ഇങ്ങനെ നമ്മൾ ഇരുമ്പോൾ ഒരു ദിവസത്തിൽ സാധാരണ കുറച്ച് മുടികളൊക്കെ ഇങ്ങനെ ഇരുമ്പൊക്കെ പോകുമല്ലോ. അങ്ങനെ പോകുന്ന മുടികൾ പറക്കിയെടുക്കുക. അതും പോരാഞ്ഞിട്ട് ഈ റൂമാണ് ഇവരുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന റൂം, പെയിൻറ്റിങ് ചെയ്യുന്ന റൂം, എല്ലാം അത് ഈ റൂമാണ്. അപ്പോൾ പിന്നെ ഒക്കെ നന്നായിട്ട് ഒതുക്കി എപ്പോഴും ഇടണം. ഇവരോട് പറയും അപ്പോൾ ഒന്ന് ഒതുക്കി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജീവൻ പോയാൽ കേൾക്കില്ല. പിന്നെ ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് കോലാട്ടാ ഈ റൂമിലത്തെ. ഇനി നമുക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. ഇന്നെല്ലാ പണികളും നേരം വൈകിട്ടാണല്ലോ തുടങ്ങിയത്, അതുകൊണ്ട് ഇതിനൊന്നും സമയം കിട്ടിയില്ല. ഇനി നമുക്ക് എന്തായാലും ഈ ബെഡ്ഷീറ്റ് മാറ്റാം, പുതിയതൊക്കെ ഒന്ന് വിരിക്കണം. അതെ, ഞാൻ വിരിച്ചു കേട്ടോ. പുതിയ വിരിയൊക്കെ ഒന്ന് വിരിച്ചു. ഇനി ബ്ലാങ്കറ്റൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും അംഗസംഖ്യ കൂടുതലുള്ള കാരണം ഓരോരുത്തർക്കും ഓരോന്നൊന്നും പറഞ്ഞോണം വേണം. ഇപ്പം ഞാൻ തന്നെ കഴുകി മടുക്കണ കാരണം എനിക്കുള്ള പുതപ്പങ്ങ് കുറച്ചു. ഞാനും അന്നമ്മയും കൂട്ടിയൊരു പുതപ്പാണ് ഉപയോഗിക്കുക. ഇത്രയും തുണികൾ തന്നെ വാഷിംഗ് മെഷീനിലിട്ട ഒരു ട്രിപ്പ് അലക്കാനുള്ളതായി. ഞാൻ പോയിട്ടിട്ട് വരട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഞാൻ ഇറക്കിയ ഇതിന് മുന്നേ വീഡിയോസൊന്നും കാട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് പാത്രം കഴുകും, അവിടെ നിന്ന് പാത്രം കഴുകും. ചിലപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടാണ് കൂടുതൽ പണിയുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടല്ല ഞാനത് കഴുകും. ഇത് പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് ഇങ്ങനെ കമിഴ്ത്തി വയ്ക്കും. നമുക്ക് അരിക്ക് വെള്ളം വെക്കണേ. എൻ്റെ ഈ കുക്കർ കണ്ട അരി ഇറക്കി വെക്കണ കുക്കർ ഒരുപാട് പഴയ കുക്കറാട്ടോ. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള കുക്കറാ. ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് 6 വർഷമൊക്കെ ആയി. 6 വർഷത്തിന് മേലെയായി. 5 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 6 വർഷമൊക്കെ. അതിന് മുന്നുള്ള ഇങ്ങനെ അരി ഇറക്കി വെക്കുന്ന കുക്കറാണ് ഇത് കേട്ടോ. ഞാനിങ്ങനെ ഇതിൻ്റെ ഈ കറുത്ത ഈ സാധനങ്ങളൊക്കെ പോയി, ഇതൊക്കെ പോയി ചെറിയൊരു തുരുമ്പ് ഞാനിങ്ങനെ ചെറുക്ക് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടിരിക്കുക. ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റണം. ഒന്ന് ഓളി ദശു 3 വീട്ടിലുണ്ടെങ്കിൽ ഓളി ബഹളാണ്. അപ്പൊ ആരാണ് വിളിക്കുന്നത്? അമ്മയോ. ഈ സമയത്ത് അമ്മ വിളിക്കാറുണ്ട്. നോക്കട്ടെ. ഇതാണ് എൻ്റെ അരി വെക്കണ അറ. നമ്മൾ അരിക്ക് വെള്ളം വെച്ച് നന്നായി തിളച്ചിട്ട് അരി കഴുകി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും കേട്ടോ. അത് എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ ഇരട്ടിപ്പണിയും ചെയ്യാറ്. ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്.
ചേട്ടനാണെങ്കിൽ 18 വയസ്സ് തൊട്ടേ ട്രിവാൻഡ്രത്ത് വന്ന് താമസിച്ചിട്ട് ഇങ്ങനെ അത്യാവശ്യം പാചകമൊക്കെ നല്ല വശമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയകളുണ്ടെങ്കിൽ ചേട്ടനാണെങ്കിൽ പറഞ്ഞുതരാം. അരി കലത്തിലിട്ടിട്ട് വേണം സാമ്പാറിൻ്റെ കഷ്ണം അരിയാനും തോരൻ്റെ കഷ്ണങ്ങളൊക്കെ അരിയാനൊക്കെ ആയിട്ട് തുടങ്ങാൻ. ബീട്രൂട്ട് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഈ തോരൻ സ്റ്റൈലിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നന്നായി കഴിക്കും. അപ്പോൾ ബീട്രൂട്ട് കഴിക്കണത് നല്ലതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിള്ളേർക്ക്. പരിപ്പിൽ കായൊക്കെ അടിച്ച് വിസിലടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് വെന്തോളൂല്ലോ. ആ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറി നാട്ടിൽ കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ട്രെയിൻ ചെയ്ത് തന്നെ ചേട്ടനാട്ടെ. എനിക്ക് ഇങ്ങനെ ഒന്നും അറിവില്ലായിരുന്നില്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പാരലായിട്ട് വേറെ ജോലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിലത്തെ പണി പെട്ടെന്ന് കഴിയും എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു തരും. ഞാനാണെങ്കിൽ മണ്ടത്തി ഞാൻ ഒരു ജോലി ചെയ്യും, അത് കഴിഞ്ഞിട്ട് മറ്റേ ജോലിക്ക് നോക്കുള്ളൂ. ചേട്ടൻ എനിക്ക് ഒരു ദിവസം എൻ്റെ കാലിന് ലിഗ്മെന്റിന് ഒരു ദിവസം ഇങ്ങനെ ഹാഫ് ടയർ വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് ചേട്ടനായിരുന്നു എല്ലാ ജോലിയും വീട്ടിൽ ചെയ്തത്. അപ്പൊ ദൈവമേ കൂട്ടാനും ചോറൊക്കെ സോറി അമ്മ പറഞ്ഞിട്ട് കൂട്ടാന്ന് പറയുന്നത് കറിയും ചോറൊക്കെ എന്താ പറയാ ഒരു 6-3 മണിക്കൂർ കൊണ്ട് കൂട്ടാനും റെഡിയാവും, ചോറും റെഡിയാവും, കറിയും ശരിയാവും, ചോറും ശരിയാവും, എല്ലാതും ശരിയാവും. എന്റെ അമ്മനെ കുറെ പറഞ്ഞു അങ്ങനെ നീ കറിന്ന് പറയും എന്തിനായി നമ്മുടെ സ്റ്റൈലിൽ കൂട്ടാന്ന് പറഞ്ഞ സ്റ്റൈലില് സ്റ്റാൻഡേർഡിലൊക്കെ പറയാം. പക്ഷെ നമ്മൾ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുമ്പോ വായലിങ്ങനെ വരും കൂട്ടാനുണ്ട്. ഞാൻ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പിൽ കായ ഇടും, എന്നിട്ടാണ് വിസിലടിക്കാം. അതൊരു വിസിലല്ല കേട്ടോ, 2-3 വിസിലടിക്കും. എന്നാലാണ് പരിപ്പ് നന്നായിട്ട് വേവുള്ളൂ. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ സാമ്പാറിന് കഷ്ണങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വെച്ചു. ആകെ ഒരു തക്കാളി ഉണ്ട്, സവാള ഉണ്ട്, ചേമ്പുണ്ട്, അത് കുറച്ച് വെണ്ടക്കായും കൊത്തമല്ലി ഇരിക്കുന്നുണ്ട്. അത് മാത്രമേ ശരിക്കും വെക്കുകയാണെങ്കിൽ കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ്. പക്ഷെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഒരു തട്ടിക്കുട്ടി സാമ്പാർ അങ്ങോട്ട് വയ്ക്കാം. എനിക്കാണെങ്കിൽ സാമ്പാർ വയ്ക്കാൻ വെണ്ടക്കായും ഒരു കായോ സവാളയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ഞാൻ സാമ്പാർ വയ്ക്കുക. അപ്പോൾ നല്ല സാമ്പാറിൻ്റെ മണം ഉണ്ടാവും. ഞാൻ മമ്മിയുടെ സ്റ്റൈലിലാട്ടോ സാമ്പാർ വയ്ക്കുക. വറുത്തരച്ച സാമ്പാർ ചേട്ടന് ഇഷ്ടമില്ല. അപ്പം മമ്മി ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് വയ്ക്കും. നല്ല രസമാണ് വയ്ക്കുക. നല്ല രസത്തിൽ വയ്ക്കും മമ്മി. അപ്പോൾ അതേപോലെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. ആ അന്നം എനിക്ക് തരുന്നില്ല കൊരങ്ങത്തി അന്നമ്മ. അവള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണത്. ഞാൻ ബീട്രൂട്ട് നന്നാക്കുമ്പോഴേ അതിൻ്റെ തൊലിയോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളോ ഇട്ടിട്ട് അന്നമ്മയ്ക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും, നാച്ചുറൽ ലിപ്സ്റ്റിക്ക്. അത് ചിലപ്പോൾ ആൻ്റപ്പനും വരും, ആദൂട്ടിന് വരും. ഇപ്രാവശ്യം ആദൂട്ടിന് എവിടെയാണ് പോയി കിടക്കണാവോ, അവൻ അല്ലെങ്കിൽ ഓടി വന്നേനെ. അപ്പം ആൻ്റപ്പന് ഞാൻ മീശ പോലെ വെച്ച് കൊടുക്കും. ഞാൻ വേണ്ടാതെ 100 വട്ടം പറഞ്ഞതാ. പിന്നെ അവൻ മാശ പിടിക്കുക അവനും തേക്കണം. അപ്പം ഞാൻ മീശേരെ അവിടെ ആക്കി കൊടുത്തു. അന്നമ്മയ്ക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ആക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും തേക്കും. ഒരു രസം. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തേ, നമ്മുടെ ഈ ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ലിപ് ബാം ഉണ്ടാക്കാം കേട്ടോ. അത് ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് വിജയിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഞാൻ സാധനം കുഞ്ഞുകുഞ്ഞായിട്ട് അരിയാൻ ഭയങ്കര പാടാ. അപ്പൊ ഞാൻ മിക്സിയിലിടും, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പൊ ഇങ്ങനെയും നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ലേ, കഷ്ണങ്ങളെല്ലാതും കൂടി ഇട്ട് കൊടുക്കുക. ചിലവർ ഈ വെണ്ടക്കായും തക്കാളിയൊക്കെ വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റെണ്ണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും അങ്ങനെ മെനക്കെടാറില്ല. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പക്ഷേ ചിലപ്പോൾ ഉടയാണ്ട് കിട്ടും. ഞാൻ പിന്നെ വിസിലടിക്കില്ല കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട്. ഞാനിങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുള്ളൂ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇടുക, എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യുക ഈ സാമ്പാർ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കും. ചൂടാക്കിയിട്ടാണ് ഈ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ സാമ്പാറിന്. സാമ്പാർ പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എന്തോരം ഇടണമെന്ന് ഞാൻ അതിൻ്റെ അളവ് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി, അത് നമ്മൾ ഇത്തിരി നല്ലൊരു കളർ കൊടുക്കും സാമ്പാറിന്. പിന്നെ ഒരു 3-4 ടീസ്പൂൺ സാമ്പാർ പൊടി. ഞാൻ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി ആട്ടോ ഉപയോഗിക്കുക. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂണാണേ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കളർ മാറുന്നത് വരെ നന്നായിട്ട് വറുക്കുക. എന്നിട്ട് നമ്മുടെ ആ കഷ്ണത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തിളപ്പിക്കുക. ഈ പൊടിയൊക്കെ കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഈ ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞൊഴിക്കും കേട്ടോ. ഇപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ 1 തക്കാളിക്ക് പകരം 2-3 തക്കാളി ഇട്ടാൽ മതി.
ഈ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്തോളോ. എനിക്ക് പിന്നെ ചാറ് നന്നായിട്ട് വേണ്ട കാരണം ഞാൻ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണേ. പിന്നെ വിസിലടിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ജസ്റ്റ് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. ഞാൻ സാമ്പാറിൽ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. അത്യാവശ്യം നന്നായി കുറുകി ചാറ്, നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തു. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് അപ്പുറത്തെ സ്റ്റൗമ്മയ്ക്ക് വെച്ചു കേട്ടോ. ഇനി ഇത് നമുക്ക് താളിക്കലാണ് പണി. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കും, വറ്റൽമുളക് ഇട്ട് കൊടുക്കും, കറിവേപ്പില ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ നല്ലൊരു സാമ്പാറിന് നല്ലൊരു മണം കിട്ടാനായിട്ട് നമ്മൾ സാമ്പാർ പൊടിയും കുറച്ച് കായം പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കും. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, നല്ല രസമാണ്. പിന്നെ ഒരു കാര്യം, ഈ താങ്ങാനാളുള്ളപ്പോൾ തളർച്ച കൂടുമെന്ന് പറഞ്ഞോളാണ് എൻ്റെ കാര്യം. അന്നമ്മ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറക്കും. എന്നിട്ട് അന്നമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അന്നമ്മേ അതെടുത്ത് കൊണ്ടുപോകാൻ, അന്നമ്മ ഇതെടുത്ത് കൊണ്ടുപോകാൻ, അന്നമ്മ ഈ സമയത്തൊക്കെ അന്നമ്മയ്ക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് തരാൻ ഞാൻ അവളോട് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പാവം വലിയ മടിയൊന്നും കാണിക്കാണ്ട് എനിക്ക് എടുത്ത് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ചില സമയത്ത് മടി വരട്ടെ, ഇന്നെന്താണാവോ നല്ല കുട്ടിയായിട്ട് ചെയ്തു തന്നു എനിക്ക്. ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുകും വറ്റലും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായി പൊട്ടിച്ചതിന് ശേഷം ബീട്രൂട്ടും പിന്നെ അതിലേക്ക് ഒരു സവാള അരിയണം കേട്ടോ. അത് എനിക്കത് വീഡിയോയിൽ പെട്ടില്ല. ഒരു സവാളയും ബീട്രൂട്ടും കൂടി അരിഞ്ഞത് ഒരുമിച്ച് അങ്ങോട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് ആവിയിൽ വേവിക്കുക. ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഓൾറെഡി ബീട്രൂട്ടിൽ വെള്ളമുണ്ട്. വേണമെങ്കിൽ പെട്ടെന്ന് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാനായിട്ടേ ഒരു അരമുറിയുടെ ഫുള്ളും വേണ്ട, അരമുറി വേണ്ട, അതിൻ്റെ പകുതി നാളികേരം, അതിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒരു 2 പ്രാവശ്യം ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് ഇളക്കണം. പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കണം. സ്റ്റവ് ഓഫാക്കാം. പിന്നെ ഇതിലേക്ക് വേറെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയോ കറിവേപ്പിലിടുകയോ ഒന്നും ചെയ്യണ്ട. ഓൾറെഡി നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇത് ചേർത്തിരിക്കണത്. അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യണ്ട. നാളികേരം ചേർക്കുക, കുറച്ച് നേരം മൂടി വയ്ക്കുക. പിന്നെ ഇറക്കണേക്കാളും മുന്നേ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഒന്ന് വെള്ളം ഉണ്ടെങ്കിൽ വലിച്ചെടുക്കുക. അത്രയേ വേണ്ടൂ. നമ്മുടെ തോരൻ റെഡിയാവും കേട്ടോ. അപ്പോൾ നമുക്കിനി പപ്പടം വറുക്കാം കേട്ടോ. പപ്പടം വറുക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓവർ. എനിക്കാണെങ്കിൽ കുറേ നേരം അടുക്കളയിൽ നിന്ന് കാല് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കും അന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന്. നമ്മുടെ വീടല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇരുന്നിട്ട് പപ്പടം വറുക്കാമെന്ന്. പക്ഷെ ഇങ്ങനെ നമുക്കിങ്ങനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അത് കാരണം സുഖമായി കസേരയിൽ ഇരുന്നിട്ട് പപ്പടം വറുക്കാൻ. ഇന്നാണെങ്കിൽ അടുപ്പിച്ച് കുറേ നേരം അടുക്കളയിൽ നിന്നു. എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഞാൻ ചോറ് ഇടേണ്ട സമയമായിപ്പോൾ ഓരോരുത്തരുടെ ചോറ് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു വിടുക. അപ്പോൾ പിന്നെ എനിക്ക് പണി എളുപ്പമായില്ലോ. അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ ഞാൻ ആദ്യം ആദൂട്ടിനെ വിളിച്ചു, പിന്നെ ആൻ്റപ്പനെ അന്നമ്മേനെയൊക്കെ വിളിച്ചങ്ങ് കൊടുത്തയച്ചു. അങ്ങനെ 3 പേർക്ക് ഭക്ഷണവും വിളമ്പി കൊടുത്ത് ഞാനും വിളമ്പി കഴിച്ചു. എല്ലാവരുടെ ചോറിടും കഴിഞ്ഞു. പിന്നെ ഞാൻ മേശ തുടയ്ക്കുകയാണ്. അപ്പം തന്നെ മേശ തുടച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ ചോറൊക്കെ പിള്ളേർ കളയുമല്ലോ, അത് ഉണങ്ങി പിടിച്ച് നമുക്ക് ഇരട്ടി പണിയാം. അപ്പോൾ തന്നെ ഞാൻ തുടച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതേപോലെ തന്നെ ഈ മേശയുടെ അടിയിൽ പിള്ളേർ ചോറ് കഴിച്ച് കഴിയുമ്പോൾ നിറയെ ചോറും പറ്റി വീണുണ്ടാവും. അതും കൈയോടെ തന്നെ അടിച്ച് വാരിയെടുത്ത് കളയും. അല്ലെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് പിന്നെ ഇവർ തന്നെ ഇത് കൂടെ നടക്കുമ്പോൾ ചവിട്ടി അരച്ച് കറുത്ത കളറാവും. കൈയോടെ തന്നെ കവർ ടോപ്പും കൂടി അങ്ങോട്ട് വൃത്തിയാക്കിയിടും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണിയില്ലല്ലോ. ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് മെയിനായിട്ട് അടുക്കള വൃത്തികേടാവുക. അതപ്പം തന്നെ അങ്ങോട്ട് വൃത്തിയാക്കിയിടും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണിയില്ല. ഇനി വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലീനിങ് ഞാൻ പിന്നെ അപ്പോഴുള്ളൂ. കണ്ടോ, ഇതൊക്കെ ആകെ ഉണങ്ങിപ്പോയി വേപ്പില്ല. ഞാനിത് കൊണ്ട് കളയാൻ പോവാ, വേറെ പൊട്ടിച്ച് വെക്കാം. ഹലോ, അപ്പോൾ എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി. ഇനി നമുക്ക് സാധാരണ വല്ല കുളി കഴിഞ്ഞിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി കുറച്ച് നേരം പ്രാർത്ഥിക്കണം, കുറച്ച് നേരം എഡിറ്റ് ചെയ്യാതിരിക്കണം. ഉറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കൊന്നും വരില്ല. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ, ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് അടിച്ച് വാരിടേണ്ട ഒരു പരിപാടിയുള്ളൂ. അവിടെ ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞാൽ
ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം. കാലത്ത് കുറച്ച് നേരം മഴ പെയ്തു, അതൊന്നും ആയിട്ടില്ല, വലിയ ഈണത്തിലുള്ള മഴയൊന്നും ആയില്ല. അപ്പോൾ വൈകുന്നേരം ഒന്ന് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം. അതോടുകൂടി ഇന്നത്തെ പണിയൊക്കെ കഴിയും. 6:30 ആകുമ്പോൾ ചേട്ടൻ വരും, ഡൽഹിയിൽ നിന്ന് വരും. അപ്പം നമ്മുടെ കലാപരിപാടികളിലേക്ക് കിടക്കാം. അതേ കാണുന്നുണ്ട്. ഈ വെറുതെ അമ്മയും കുട്ടിയായിട്ട് കളിക്കുക. എൻ്റെ അമ്മയുടെ അമ്മ കുട്ടി ഇതച്ഛനാണ്. നീ ആരാ? അവള് മോള്. പൊന്നുവാ, പൊന്നുവിനെ കാട്ടിയെടുക്കട്ടെ. ഇതാണ് പൊന്നൂട്ടാ. പൊന്നു ഇവളെയാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇവിടെ അമ്മ, ഇവള് മോള്. ഇതാരാ? അച്ഛൻ. കുട്ടി കുട്ടി അത് അതോട്ടല്ലേ ശിവന്റെ ഡയലോഗ് പറഞ്ഞ ഡയലോഗ്. കുട്ടി അങ്ങനെ ഓടരുത്, കുട്ടി കുട്ടി ഓടരുത്, കുട്ടി അങ്ങനെ പറയുമ്പോ ശിവ എന്ത് ഡയലോഗ് പറയാ? ഇങ്ങനെ പറയുമ്പോ ശിവന്ന പേര് എനിക്കാണെങ്കിൽ ഏറ്റവും മടിയുള്ള പരിപാടിയാണ് തുണി മടക്കൽ. അപ്പോൾ മോളിൽ നിന്ന് സാധാരണ ഞാൻ വാഷിംഗ് മെഷീൻ ഇടുന്നോട് തന്നെ കുറേ അഴ കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് തുണി മടക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ വന്ന് തുണി മടക്കേണ്ട ഒരു പണിയില്ലാതിരിക്കാൻ ഞാൻ അവിടെ നിന്നേ മടക്കിയിട്ടാണ് ബാസ്ക്കറ്റിൽ വയ്ക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് മടക്കിയ തുണികൾ നമ്മൾ അലമാരയിലേക്ക് എടുത്ത് വയ്ക്കല്ലേ വേണ്ടൂ. പക്ഷേ ഇപ്രാവശ്യം എന്തോ പെട്ടെന്ന് എനിക്ക് എന്തോ ധൃതി വന്നു. അപ്പോൾ ഞാൻ മടക്കാനായിട്ടുള്ള ക്ഷമയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ മടക്കാണ്ട് ഇങ്ങനെ വാരി വലിച്ച് ബാസ്ക്കറ്റ് ഇട്ടിട്ട് കൊണ്ടുവന്നു. അത് കാരണം എന്തായി, ഇരട്ടിപ്പണിയായി. അങ്ങനെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു. ഉച്ചയൊക്കെ തിരിഞ്ഞു, സന്ധ്യ ആവാറായി. അപ്പോൾ ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് ഞാൻ ഇറങ്ങുകയാണ്. കാരണം കാലത്ത് മഴ പെയ്തെങ്കിലും വലിയ കാര്യമായിട്ട് നനയൊന്നും കിട്ടിയിട്ടില്ല ചെടികൾക്ക്. അപ്പോൾ ചെടി നനച്ചില്ലെങ്കിൽ ഒക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.